എറണാകുളം ജില്ലയിലെ എടക്കാട്ടുവയൽ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരായ 15 പേർ ഒത്തുചേർന്നുകൊണ്ടാണ് 1995-ൽ സ്മാർട്ട് പ്ലസ് എന്ന പേരിൽ അമൃതം പോഷകാഹാര നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത്. ഏതൊരു സംരംഭങ്ങളെയും പോലെ തുടക്കകാലത്ത് ബുദ്ധിമുട്ടുകൾ ഒരുപാട് നേരിടേണ്ടി വന്നെങ്കിലും കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കുള്ളിൽ മികച്ച ലാഭം നേടിയെടുക്കാൻ ഇവർക്ക് സാധിച്ചു. ഞങ്ങളുടെ യൂണിറ്റിൽ 15 അംഗങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അംഗനവാടി വഴി അമൃതം എന്ന പൂരക പോഷകാഹാരം വിതരണം ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അമൃതത്തിൽ 5 ചേരുവകളുണ്ട്: ഗോതമ്പ്, കടലപ്പരിപ്പ്, കപ്പലണ്ടി, പഞ്ചസാര, സോയ. കടലപ്പരിപ്പ്, സോയാബീൻ, പഞ്ചസാര എന്നിവ നിശ്ചിത അനുപാതത്തിൽ വറുത്ത് കൂട്ടിച്ചേർത്ത ശേഷം പൊടിച്ച് അരിച്ചെടുത്ത് പാക്കറ്റുകളിലാക്കിയാണ് വിപണിയിലെത്തിക്കുന്നത്. പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ കെട്ടിടത്തിലാണ് ഇവരുടെ ഉൽപാദന യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. എന്നാൽ ഓർഡറുകൾ കൃത്യമായി നിറവേറ്റുന്നതിനു വേണ്ടി എത്ര നേരമെടുത്തും ആത്മാർത്ഥതയോടെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ഇവർ ഒരുക്കമാണ്. പ്രതിമാസം 8,000 രൂപ വരെയാണ് അംഗങ്ങൾ ഓരോരുത്തരും ശമ്പളമായി കൈപ്പറ്റുന്നത്. ഇതിനു പുറമെ ഓരോ വർഷങ്ങളിലെയും ലാഭം അതാത് സാമ്പത്തിക വർഷത്തിന്റെ അവസാനം കണക്കുകൂട്ടി കൃത്യമായി വീതിച്ചെടുക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും സാധാരണ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരുന്നവരാണ്. ഹസ്ബൻഡ് കൊണ്ടുവരുന്ന പൈസ കൊണ്ട് ഞങ്ങൾ ചിലവുകളെല്ലാം നടത്തി ഒരു സാധാ കുടുംബം എന്ന് വെച്ചാൽ പുറത്തിറങ്ങിയോ ബാങ്ക് വഴിയോ അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളായിട്ടോ അതുപോലെ ഓഫീസുകളായിട്ടോ ഒന്നും ഞങ്ങൾക്കൊരു ബന്ധമില്ലായിരുന്നു. പക്ഷേ ഇതിൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികം എന്നതിലുപരി സാമൂഹികമായി ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ മറ്റുള്ളവരാൽ അറിയപ്പെടാൻ തുടങ്ങി. ഞങ്ങൾക്ക് ഒരു സമൂഹത്തിൽ ഒരു വിലയും നിലയും ഉണ്ടായി. ഇപ്പോൾ ഒരു മാസം ശരാശരി 12 ടൺ പോഷകാഹാരം അംഗനവാടി കുട്ടികൾക്ക് വേണ്ടി ഇവർ ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിച്ചു നൽകുന്നു. എടക്കാട്ടുവയലിൽ നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ജോസഫ് മാർട്ടിൻ.